അടുത്തത് എന്ന് പറഞ്ഞാൽ ഈ HIV രോഗാണുക്കൾ ഉണ്ടല്ലോ, അത് നേരിട്ട് മനുഷ്യന്മാർക്കൊന്നും ചെയ്യില്ല. മനസ്സിലായല്ലോ? 100-ൽ 5% ആൾക്കാർക്ക് പനി വരും, ജലദോഷം വരും, പിന്നെ ശരീരത്തിൻ്റെ മുകളിൽ ചില ഗുള്ളകൾ കാണുന്ന സാധ്യതയുണ്ട്. ഇത് മനസ്സിലാക്കണം. ഒഴിഞ്ഞ 90% ആൾക്കാർക്ക് ഒന്നും ആവൂല. ഈ 5% ആൾക്കാർ എന്ത് പറയുന്നു? ഇപ്പോൾ പുറത്ത് പോയ ഒരു 5-10 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇവർക്ക് മേലുവേദന വരും. ഇവർ അതിന് വേണ്ടിയിട്ട് ഡോക്ടറെ അടുത്ത് പോയിട്ട് ജലദോഷമുണ്ടോ ഇല്ലെങ്കിൽ പനിയുണ്ടോ എന്ന് പറഞ്ഞിട്ട് മരുന്ന് കൊടുക്കുമെന്ന് പറയൂ. ഇവർ ഡോക്ടറെ അടുത്ത് നിങ്ങൾ പുറത്ത് പോയിട്ട് വന്ന വിഷയം ഒന്നും പറയില്ല. ഡോക്ടർ കൊടുത്ത എന്തോ മരുന്ന് കഴിച്ചിട്ട് ഇവർക്കും സുഖം കാണും. പിന്നെ പുറത്ത് പോയിട്ട് വന്ന കൊണ്ട് ഇതിങ്ങനെ ആയെന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ടല്ലോ, ഇവനും മറക്കും. HIV കൊണ്ട് വരുന്ന ഈ ഒരു സൂക്കേട് മാത്രമല്ലാതെ ലൈംഗിക സമ്പർക്കം കൊണ്ട് ഇനിയും എത്രയോ സൂക്കേട് വരാം. മനസ്സിലായല്ലോ? ആ രോഗങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ പുറത്തു പോയിട്ട് വന്ന 2-ാം ദിവസത്തിനോ 5-ാം ദിവസത്തിനോ ഇല്ലെങ്കിൽ 21-ാം ദിവസത്തിനോ അതിൻ്റെതായ ലക്ഷണങ്ങൾ കാട്ടിക്കും. മൂത്രമൊഴിക്കാൻ പോകുമ്പോൾ എരിച്ചെറിയ ബഗബഗ ആവും. പിന്നെ പഴുപ്പ് വരുന്നത്, ലൈംഗിക അംഗത്തിൻ്റെ മുകളിൽ പുണ്ണുകളാവും. മനസ്സിലായില്ലേ? പിന്നെ ശരീരത്തിൻ്റെ മുകളിൽ തൈമ്പുകൾ ഇല്ലെങ്കിൽ കുറു മാതിരി ഉള്ളതെല്ലാം കാണും. നിങ്ങൾ ഡോക്ടർക്ക് ഒന്നും പറയുന്ന ആവശ്യമില്ല. ഈ രോഗലക്ഷണങ്ങൾ നമ്മൾ കണ്ടാൽ മതി, നിങ്ങൾ പുറത്തു പോയിട്ട് ഇങ്ങനെ സംഭവിച്ചിട്ടാണ് വന്നതെന്ന് ഞങ്ങൾ പറയും. മനസ്സിലായില്ലേ? പക്ഷേ ഈ HIV രോഗത്തിന് ഇങ്ങനത്തെ യാതൊരു ലക്ഷണങ്ങൾ കാണാതെ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കൂടി മനസ്സിലാവില്ല നിങ്ങൾക്ക് HIV ഉണ്ടെന്ന്. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് എന്തോ ഈ രോഗത്തിൻ്റെ ലക്ഷണം കൂടുമ്പോഴാണ് ഡോക്ടർക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ടെസ്റ്റ് ആക്കണമെന്ന്. ഇല്ലെങ്കിൽ നിങ്ങൾ ഓപ്പറേഷൻ ടൈമിലോ ഇല്ലെങ്കിൽ ഡെലിവറി ടൈമിലോ ഇത് മനസ്സിലാവും. ഡെലിവറി സമയത്തിൽ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് അപ്പോൾ മനസ്സിലാവും HIV ഉണ്ട്. മനസ്സിലായോ? അത് വിട്ടിട്ട് നേരിട്ടൊന്നും മനസ്സിലാവില്ല. ചോര ടെസ്റ്റ് ആക്കുമ്പോഴാണ് ഇത് മനസ്സിലാവും. പിന്നെ ഇത് നേരിട്ട് നമുക്ക് യാതൊരു സൂക്കേട് കൊണ്ടുവരുന്നില്ലാരുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ബാധിക്കൂ? മനസ്സിലായോ? HIV രോഗാണുക്കൾ മനുഷ്യനെ എന്ത് ചെയ്യുന്നു പറയാമോ? അറിയില്ല, നിങ്ങൾക്കും അറിയില്ല അല്ലേ? ഈ HIV രോഗാണുക്കൾ പറഞ്ഞുണ്ടല്ലോ, HIV രോഗാണുക്കൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ രക്തത്തിൽ ചേർന്ന പിന്നെ അതിൽ വെളുത്ത രക്തക്കണങ്ങളുണ്ട്. യാതൊരു ജീവിയാവട്ടെ അതിൻ്റെ രക്തത്തിൽ വെളുത്ത കണങ്ങളുണ്ട്. ഇത് സാധാരണമാണ്. മനസ്സിലായല്ലോ? ഈ വെളുത്ത രക്തക്കണങ്ങളുണ്ടല്ലോ നമ്മളെ ദേഹത്തിൽ, അതിൻ്റെ എന്താ ജോലിയാണ് നമ്മളെ ദേഹത്തിൽ? ഇതിന് നമ്മളെ ദേഹത്തിൻ്റെ എല്ലാ ഭാഗത്തിനും ഓരോരോ ജോലിയുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ഹൃദയം പറഞ്ഞാൽ ഹാർട്ട് ഉണ്ട്. ആ ഹൃദയത്തിന് എന്താ ജോലി? അത് മനുഷ്യന്റെ എല്ലാ അവയവത്തിനും കൺട്രോളാക്കുന്നല്ലേ. അതെന്താ ചെയ്യുന്നത്? അത് രക്തം പമ്പ് ചെയ്യുന്നുണ്ട്. അത് രക്തം പമ്പ് ചെയ്തിട്ട് നമ്മളെ ദേഹത്തിന്റെ എല്ലാ അവയവത്തിന് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? ഹാർട്ട് നിന്ന് പോയാൽ എന്താവും? മരിച്ചല്ലേ പോകണം? മരിച്ചു പോകും. ശരിയാണോ? അതേപോലെ നിങ്ങൾക്ക് ശ്വാസകോശമുണ്ട് അല്ലേ? ആ ശ്വാസകോശത്തിന്റെ എന്താണ് ജോലി പറഞ്ഞാൽ കാറ്റ് ഉള്ളിലെടുക്കുന്നതാണ്. ആ കാറ്റിലുള്ള പ്രാണവായുവിനെ എടുത്തിട്ട് നമ്മളെ ബ്ലഡിൽ സർക്കുലേറ്റ് ചെയ്യുന്നതാണ്. അതേ ശ്വാസകോശം നിന്നിട്ട് കാറ്റ് വന്നില്ലെങ്കിൽ മരിച്ചു പോവില്ല, മരിച്ചു പോവും. ശരിയല്ലേ? ഹൃദയം ജോലി ചെയ്തില്ലാന്നുണ്ടെങ്കിൽ മരിച്ചു പോവും. അതേപോലെ ശ്വാസകോശം വർക്ക് ചെയ്തില്ലാന്നുണ്ടെങ്കിലും മരിച്ചു പോവും. അതേപോലെ മൂത്രപിണ്ഡമുണ്ട്, അത് ഞങ്ങൾ കിഡ്നി എന്ന് പറയും. അതെന്ത് ചെയ്യുന്നു? അത് ഞങ്ങളെ രക്തം ശുദ്ധീകരണം ചെയ്യുന്നു. അതെന്ത് ചെയ്യുന്നു? ഞങ്ങളെ ദേഹത്തിലുള്ള കൽമശങ്ങളെ എല്ലാം ഫിൽട്ടർ ചെയ്തിട്ട് മൂത്രമുഖേന പുറത്തിടും. അതന്നെ ആ മൂത്രപിണ്ഡം അതിന്റെ ജോലി ചെയ്തില്ലെങ്കിലോ ഒരു 5-10 ദിവസത്തിനുള്ളിൽ ആള് മരിക്കും. ശരിയല്ലേ? മനസ്സിലായില്ലേ? നമ്മളെ ശരീരത്തിൽ പിത്തജനകാംഗമുണ്ട്. അതെന്ത് ചെയ്യുന്നു? നമ്മളെ ശരീരത്തിലുള്ള വേണ്ടാത്ത വസ്തുക്കളെ പുറത്തിടുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന അത് ജോലി ചെയ്തില്ലെങ്കിലോ എന്താവും? 1 മാസം 2 മാസം ഉണ്ടാവും, പിന്നെ ആള് മരിക്കും. പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അംഗാംഗങ്ങളും അതിൻ്റെ ജോലി ചെയ്യണം. ജോലി ചെയ്തില്ലെങ്കിൽ എന്താവും? അവൻ മരിക്കും. ഏതേ വ്യക്തിയാവട്ടെ, ആ ശരീരത്തിലുള്ള എല്ലാ അംഗാംഗങ്ങളും ജോലി ചെയ്തില്ലെങ്കിൽ ആ വ്യക്തി മരിക്കും. മനസ്സിലായില്ലേ? അതേപോലെ വെളുത്ത രക്തക്കണങ്ങൾക്കും അതിൻ്റെതായ ജോലിയുണ്ട്. മനസ്സിലായില്ലേ? എന്താണത് ജോലി ഈ വെളുത്ത രക്തക്കണങ്ങൾക്ക്?
അത് പറഞ്ഞാല് അത് രക്ത പ്രൊഡക്ഷൻ ചെയ്യുന്ന പണിയല്ലേ ഇതിന്? രക്തം അത് താനായിട്ട് പ്രൊഡക്ഷൻ ചെയ്യുവോ? എന്തു ചെയ്യുന്നത്? അത് നമ്മുടെ ശരീരത്തിൽ വന്നിട്ട് അതിനെന്തെല്ലാം വേണോ അതെല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് നമ്മളെ അങ്ങനെ വിടും. നമ്മുടെ സോൾജേഴ്സ് അവിടെ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അത് ഉള്ളിൽ വരൂല. ഉള്ളിൽ വരൂല. അഥവാ ഉള്ളിൽ വന്നാലോ പ്രതിരോധം ഉണ്ടാവും. അതെ, ശരിയാണ്. യുദ്ധം സംഭവിക്കും. യുദ്ധം സംഭവിച്ചിട്ട് വന്ന ആൾക്ക് കൊല്ലും. ആര് ബലമുള്ളവരോ അവര് ജീവിക്കൂ. പറഞ്ഞാൽ നമ്മുടെ ദേഹം സുരക്ഷിതമായിട്ട് ഇരിക്കണമെങ്കിൽ 24 മണിക്കൂറും ആരെങ്കിലും അതിന് കാത്തുകൊണ്ടിരിക്കണം, അല്ലേ? എങ്ങനെ ഒരു നാട്ടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സോൾജേഴ്സ് ആവശ്യമാണോ, അതേപോലെ ഞങ്ങളെ ശരീരത്തിൽ ഉള്ള വെളുത്ത രക്തക്കണങ്ങൾ സുരക്ഷിതമായിട്ടിരിക്കണമെങ്കിൽ അത് ഞങ്ങൾ കാത്തു രക്ഷിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഞങ്ങളുടെ ശരീരത്തിന് ആരാണ് ശത്രുക്കൾ? നിങ്ങൾ പറയുമേ? അറിയില്ലേ? സൂക്കേട് വരുത്തുന്ന രോഗാണുക്കൾ. ഈ രോഗാണുക്കൾ നമ്മുടെ ശരീരം പ്രവേശിച്ചാൽ നമുക്ക് സൂക്കേട് ഉണ്ടാവൂ. മനസ്സിലായില്ലേ? ഈ രോഗാണുക്കളെ കൺട്രോൾ ചെയ്യുന്ന മുഖ്യ ജോലിയാണ് ഈ വെളുത്ത രക്തക്കണങ്ങളത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ രോഗാണുക്കൾ എവിടെ ഉണ്ടാവും? നമ്മളെ ചുറ്റുമുറ്റുള്ള ഈ പരിസരത്തിൽ തന്നെ. കാറ്റ്, വെള്ളം, ഞങ്ങൾ കഴിക്കുന്ന ചോറ് എവിടെ വേണമെങ്കിലും ഉണ്ടാവാം. ഇല്ലെങ്കിൽ വേറൊരു മനുഷ്യ മുഖേന വരും. ആ വ്യക്തിയുടെ ചുമ കൊണ്ടുവരാം, ഇല്ലെങ്കിൽ അയാൾ തുപ്പുമ്പോൾ അതുകൊണ്ടും വരാം. ഇല്ലെങ്കിൽ ഒരു വ്യക്തി മലമൂത്രം വിസർജിക്കുമ്പോൾ അത് മണ്ണിൽ ചേർന്നിട്ട് അതുകൊണ്ടും വരാം. ചില രോഗാണുക്കൾ എങ്ങനെ പറഞ്ഞാൽ, യാതൊരു വ്യക്തിക്ക് രോഗാണുക്കൾ ശരീരത്തിലുണ്ടോ ആ വ്യക്തി കൂടെ ലൈംഗിക സമ്പർക്കം ചെയ്താൽ ഇത് വരുന്നത് തീർച്ചയാണ്. ഇത് കൊതു കടിച്ചിട്ട്, പിന്നെ ഈ ബെഡ് ബഗ്സ് എന്ന് പറയുന്നല്ലോ, അത് മുഖേനും വരും. ഈഗോൾ കടിച്ചിട്ട് വരും. അത് മറ്റൊരാൾക്ക് കടിച്ചിട്ട് മറ്റൊരാൾക്ക് കടിക്കുമ്പോൾ ആ മുഖേന വരും. അതേപോലെ ഇപ്പോൾ ഞങ്ങൾ പ്രതീക്ഷണം ഞങ്ങൾ കാറ്റ് വലിക്കും, ഞങ്ങൾ അതേപോലെ വെള്ളം കുടിക്കും, ഫുഡ് കഴിക്കും. പക്ഷേ അത് വരണമെന്നില്ലല്ലോ. എന്തുകൊണ്ടാണ്? എന്തമ്മേ, ഈ കാറ്റിൽ രോഗാണുക്കൾ ഉണ്ടാവുമല്ലോ, രോഗവരുത്തുന്നതായ രോഗാണുക്കൾ കാട്ടിൽ ഉണ്ടാവൂലേ രോഗാണുക്കൾ? വെള്ളത്തിൽ ഉണ്ടാവൂലേ അമ്മേ രോഗാണുക്കൾ? ഇവരില്ലാന്ന് പറയുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കേട്ടത്. ഉണ്ടാവോ ഇല്ലേ അമ്മേ? ഇപ്പോൾ കാറ്റിൽ ഈ രോഗാണുക്കൾ ഉണ്ടോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ദേവന്റെ മുറിയിൽ ഒരു തേങ്ങ ഉടച്ചിട്ട് അവിടെ വെക്കൂ. എന്താവൂ 2 ദിവസത്തിനുള്ളിൽ? അറിയില്ല. ബൂസ്റ്റ് വരും, അല്ലേ? ബൂസ്റ്റ് പറഞ്ഞ എന്താണ്? അത് കുറച്ച് കേട് വരുമ്പോ അതിന് കറുത്തതോ ഇല്ല വെളുത്ത കളറിലോ ബൂസ്റ്റ് വരും. ഈ കാട്ടിലുള്ള രോഗാണുക്കൾ അതിൻ്റെ ഒക്കെ ചേർന്നിട്ട് അതിന് കറുത്ത കളറിലോ വെളുത്ത കളറിലോ അങ്ങനെ ആയിട്ട് വരും. ഇപ്പോൾ നമ്മളെ ചുറ്റുള്ള വെള്ളം വെടുക്കായിട്ട് പോയാൽ അത് മുഖേന രോഗാണുക്കൾ വരുമല്ലോ. കാറില് പിന്നെ ലൂസ് മോഷനൊക്കെ ഉണ്ടാവുമല്ലോ. അതേപോലെ ടൈഫോയിഡ് വരാം. പക്ഷെ നമ്മളെ കണ്ണിന് ഇത് മാത്രം കാണൂല, അതല്ലേ? ഞങ്ങൾ പ്രതീക്ഷണം ബ്രീത്ത് ചെയ്യും, ഊണ് കഴിക്കും, പിന്നെ വെള്ളവും കുടിക്കും. പക്ഷെ ഈ രോഗാണുക്കൾ എന്തിനാ നമ്മൾക്ക് ബാധിക്കുന്നില്ല? ഒരു കൊല്ലത്തിന് 1-2 പ്രാവശ്യം ഈ രോഗങ്ങൾ വരാം. എന്തിനു പറഞ്ഞാൽ പുതിയ രോഗാണുക്കൾ വരുമ്പോൾ അത് ഏത് രോഗമാണോ എന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് സമയം വേണം. മനസ്സിലായല്ലേ? ഒരു വേള ഏതാ രോഗാണുക്കൾ നമ്മളെ ശരീരം പ്രവേശിച്ചാൽ നമ്മളെ ശരീരത്തിലുള്ള ഞങ്ങൾ വെളുത്ത രക്തകണങ്ങൾ അതിൻ്റെ ഒക്കെ ഫൈറ്റ് ആക്കിയിട്ട് അങ്ങോട്ട് ഓടിക്കും. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഈ വെളുത്ത രക്തക്കണങ്ങൾ നമ്മുടെ ശരീരത്തിലാവട്ടെ യാതൊരു പശു പക്ഷിയാവട്ടെ അതിൻ്റെ ശരീരത്തിൽ ആരോഗ്യമായിട്ടിരിക്കണമെങ്കിൽ അത് ഇരിക്കേണ്ടതാണ്. ഈ സൃഷ്ടി ഉണ്ടല്ലോ, അതെങ്ങനെ പറഞ്ഞാൽ നമ്മൾ അമ്മയുടെ ഗർഭത്തിൽ വളരുമ്പോൾ തന്നെ ഈ വെളുത്ത രക്തക്കണങ്ങൾ നമ്മളെ ശരീരത്തിൽ വളരാൻ തുടങ്ങും. ഞങ്ങൾ മരിക്കുന്നവരെ ഈ വെളുത്ത രക്തക്കണങ്ങൾ വളരോണ്ട് പോകും. മനസ്സിലായില്ലേ? അതേ സമയത്തിൽ നമ്മളെ ശരീരത്തിൽ വെളുത്ത രക്തകണങ്ങൾ ഇല്ലെങ്കിൽ എന്താവും? എന്ത് സംഭവിക്കും? പുറമേലുള്ള കാറ്റിന്ന് രോഗാണുക്കൾ നമ്മളെ ശരീരം പ്രവേശിച്ചിട്ട് നമുക്കില്ലാത്ത രോഗമെല്ലാം കൊണ്ടുവന്നിട്ട് നമ്മൾ മരിക്കുന്നവരാ. മനസ്സിലായോ? എത്ര മുഖ്യ ജോലിയാണ് ഇതിന്, അല്ലേ?
ഈ വെളുത്ത രക്തകണങ്ങൾ ഉണ്ടാവുകയേ വേണം. ഈ HIV ഉണ്ടല്ലോ, അത് എന്ത് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ, ഈ HIV നമുക്ക് നേരിട്ട് ഒന്നും ചെയ്തില്ലെങ്കിലും അത് എന്ത് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ, അത് നമ്മളെ ശരീരം പ്രവേശിച്ചിട്ട് വെളുത്ത രക്തകണങ്ങൾ ഉണ്ടല്ലോ അതിൻ്റെ ഒക്കെ ഉള്ളിൽ പോയിട്ട് അതിൻ്റെ സന്താനം പുറത്ത് വരുന്ന സമയത്ത് അതിനെ കൊന്നിട്ട് അത് ഇങ്ങോട്ട് വരും. രണ്ടാമത് അത് വെളുത്ത കണങ്ങൾ സന്താനം അധികമാക്കുമ്പോൾ രണ്ടാമത് അങ്ങനെ ചെയ്തിട്ട് അതിനെ ഇല്ലാതാക്കും. ഇതേപോലെ അത് വെളുത്ത രക്തകണങ്ങളെ കൊല്ലും. ഈ വെളുത്ത രക്തകണങ്ങൾ എല്ലാം മരിച്ചു പോകുമ്പോൾ പിന്നെ ഞങ്ങളെ സംരക്ഷിക്കാൻ, ഈ ദേഹത്തിനെ സംരക്ഷിക്കാൻ ആരുണ്ടാവില്ല, മരിച്ചു പോകും. ഈ മാതിരി ഈ വെളുത്ത രക്തകണങ്ങൾ കുറഞ്ഞിട്ട് പോകുമ്പോൾ പുറമേന്ന് വേറെ വേറെ വിധമായ രോഗാണുക്കൾ നമ്മളെ ശരീരം പ്രവേശിച്ചിട്ട് ആ വ്യക്തിനെ ഇല്ലാതെ ആക്കും. മനസ്സിലായില്ലേ?